ശരി, അപ്പൊ നമുക്ക് ഫോട്ടോഷൂട്ടിലേക്ക് എടുക്കാം. ബിഹൈൻഡ് ദ സീൻസ്. കുഞ്ഞുവാവേ കുഞ്ഞുവാവേ, ഇല്ല ഇല്ല കുഞ്ഞുവാവേ. ഹലോ ഗൈസ്, വെൽക്കം ടു എ ന്യൂ വ്ളോഗ്. അപ്പൊ ഇന്നത്തെ പുതിയ വ്ളോഗിന്റെ കണ്ടന്റ് ദാ നമ്മുടെ കയ്യിലിരിക്കുന്നുണ്ട്. ഈ കുഞ്ഞാളുടെ ഫോട്ടോഷൂട്ടാണ് ഇന്നുള്ളത്. അപ്പോൾ ഫോട്ടോഷൂട്ട് എടുക്കുന്ന ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. വാവ ജനിച്ച ദിവസം തൊട്ട് വാവേനെ മറ്റേ ഓപ്പറേഷൻ തിയേറ്റർ തൊട്ടേ ഫോട്ടോഷൂട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന ആള് തന്നെയാണ് ഇന്നത്തെ ഫോട്ടോഷൂട്ടും ചെയ്യുന്നത്. ഭരിത ഫോട്ടോഗ്രാഫിയാണ്. ഹേ ബേബി ബൈ ഭരിത. അപ്പോൾ ആക്ച്വലി ഇന്ന് ഇവള് ഒരു 3-4 കോസ്റ്റ്യൂം ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ എന്ത് നടപടിയാവുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. കാരണം എന്താ, ആളുടെ ഒരു രീതി പോലെയൊക്കെ ഇരിക്കും. കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാല് കൊച്ചുണ്ടായി 10ാമത്തെ ദിവസം തൊട്ട് ഭരതനോട് പറയണം നമുക്ക് ഫോട്ടോ എടുക്കാമെന്ന്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് അതിനുള്ളൊരു സമയവും സാവകാശം ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതിന്റെ വ്ളോഗ് എടുക്കണം, പിന്നെ പല പല തിരക്കുകളിലൊക്കെ ആയിപ്പോയി. അതിനിടയ്ക്ക് ഭാവിക്കൊരു പനി വന്നു, എനിക്കൊരു പനി വന്നു, ഇങ്ങനെ ഓരോ കാരണങ്ങൾ കൊണ്ട് നീണ്ടു പോയി. ഇന്ന് 45ാമത്തെ ദിവസമാണ്. ഇവളെന്നോട് പറഞ്ഞു 8 ആഴ്ചയൊക്കെ ഉള്ളൂ ന്യൂ ബോൺ എന്ന് പറയാനായിട്ട്. ഇനി അതും കഴിഞ്ഞാൽ ന്യൂ ബോണും തീർന്നു പോകും, നമുക്ക് എന്തെങ്കിലും എടുക്കാവുന്ന സഹകരിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇവനോട് പറഞ്ഞു, ദാ ഈ ഇരിക്കുന്ന കുഞ്ഞാളോടും പറഞ്ഞു, ഒന്ന് സഹകരിക്കണം കുഞ്ഞെ, നമുക്ക് എന്തെങ്കിലും എടുക്കാമെന്ന്. പിന്നെ ഞാൻ നിങ്ങളോട് കാര്യം പറയട്ടെ, ഞാൻ ഈ ന്യൂ ബോൺ ഫോട്ടോഗ്രാഫി കണ്ടിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ പറയുക. നമ്മൾ വിചാരിക്കും കുറച്ച് ഫോട്ടോസ് കാണുമ്പോഴത്തേക്ക് എന്ത് സുഖം, 4 ഫോട്ടോസ് എടുത്തിരിക്കുന്നു പല പല കോസ്റ്റ്യൂമുകളിൽ. പക്ഷെ ഈ ഇങ്ങനത്തെ പൊടി കുഞ്ഞുങ്ങളെയൊക്കെ മാനേജ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഹെർക്കൂലിയൻ ടാസ്ക് ആണ്. അത് ഭയങ്കര അവരെ വേദനിപ്പിക്കാതെ, അവരുടെ ഉറക്കത്തിനെ മാനേജ് ചെയ്ത് അതിന്റെ ഉറക്കം കളയാതെ ഇങ്ങനെയൊക്കെ ഫോട്ടോ എടുക്കാന്ന് പറയുന്നത് ഒരു കഴിവ് തന്നെയാണ് ഗൈസ്. അപ്പോൾ ആ കഴിവ് നമുക്കൊന്ന് കണ്ടു നോക്കാം എത്രത്തോളം ഉണ്ടെന്ന്. ഈ ബിഹൈൻഡ് ദ സീൻസും അത് കഴിഞ്ഞിട്ട് കിട്ടുന്ന റിസൾട്ടും ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പൊ ഞങ്ങളുടെ ഫോട്ടോ എടുക്കാൻ വന്നേക്കുന്ന ഞങ്ങളുടെ ഭരിത ആന്റി എത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ ഭരിത ആന്റിയെ വെൽക്കം ചെയ്തിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ആകെ ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് കൊച്ചിനെ ഉറക്കി കൈ കൊടുക്കുക എന്നുള്ളതാണ്. അത് ഞാൻ നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. കൊച്ചു ഉറങ്ങിയിരിക്കുന്നുണ്ട് അല്ലേ ഭരിതാന്റി? ഓക്കെ അല്ലേ? പക്ഷെ നമ്മള് ഷൂട്ടിലേക്ക് കിടക്കുമ്പോ എങ്ങനെയാണോ ഉറങ്ങിയിരിക്കുകയാണോ എഴുന്നേക്കാണോ എന്നൊന്നും അറിയില്ല, നമുക്കറിയില്ല. ഞാൻ ഒരു കാര്യം ചോദിട്ടെ, നിനക്ക് ഈ ന്യൂ ബോൺ ഫോട്ടോഗ്രാഫി എടുക്കാൻ നേരത്തെ നീ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന എന്ത് കാര്യത്തിലാ? കൊച്ചുങ്ങളെ ഏറ്റവും ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഇപ്പൊ കുട്ടികളൊക്കെ നിങ്ങൾ ഉറങ്ങിയിട്ടായിരിക്കും നമ്മുടെ കയ്യിലേക്ക് തരണേ. ഇവരെ നമുക്കൊന്ന് ഡ്രസ് ചെയ്തെടുക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അതിന്റെ ഇടയിൽ ഉണരാം, പക്ഷെ അവരെ ഉറക്കി എടുക്കുമ്പോഴാണ് അവരുടെ ക്യൂട്ട്നെസ് ഏറ്റവും രസമായിട്ട് ഒന്ന് പോസ് ചെയ്യിക്കാനോ ഒന്ന് തടിയിൽ ഇങ്ങനെ കൈവയ്ക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ആ ഉറക്കി എടുക്കാന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക്. ആ വലിയ ടാസ്ക് ഞാൻ തീർത്തു കൊടുത്തിട്ടുണ്ട്. ഉറക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ബാക്കിയെല്ലാം ഭരിതന്റെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളാണ്. എങ്ങനെയാകും എന്നൊക്കെ നമുക്ക് നോക്കാം. അല്ലേ? അതെ അതെ അതെ. ഓക്കെ. കുഞ്ഞാവയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്തൊക്കെയോ എക്സ്പ്രഷൻ ചേഞ്ചസ് ഒക്കെ വരുത്തുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഇതിന്റെ ഇടയിൽ എനിക്കൊക്കെ ആണെങ്കിൽ ഞങ്ങള് കുഞ്ഞു സൂത്തിങ് ടെക്നിക്സ് ഒക്കെ വെച്ചിട്ട് ഇതേ കാണുന്ന പതുക്കെ തുറക്കുന്നത്. അപ്പൊ അതേ രീതിയിൽ വീണ്ടും ഞങ്ങൾ ഉറക്കിയെടുത്തിട്ട് തന്നെയാണ് ഷൂട്ട് എടുക്കാറ്. എനിക്ക് തന്നേക്കുന്ന എനിക്ക് കൊച്ചിന്റെ ഷൂട്ടിന് എടുക്കാനുള്ള റെഫറൻസ് ഇമേജ് ഒക്കെ തന്നെ ഞാൻ തകർന്നു പോയി. അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിട്ടാണ് ഇവിടെ വന്നേക്കുന്നത്. എന്റെ അനിയൻ എന്നോട് പറയണേ, അതിന്റെ റെഫറൻസ് ഇമേജ് ഒക്കെ കണ്ടപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞത്, ഇവള് വലുതാകുമ്പോഴത്തേക്കും നിന്നോട് പ്രതികാരം ചോദിക്കും, ഇങ്ങനെയൊക്കെ ഫോട്ടോ എടുപ്പിച്ച് വെച്ചേക്കണെന്നാണ്. കുട്ടി വലുതാവുമ്പോ ചോദിക്കും, അമ്മ ആരായിരുന്നു അമ്മ ഫോട്ടോ എടുത്തത്? കാണാൻ കേട്ടോ. ഇതിന്റെ എന്താണ് അഭിപ്രായം എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് എഴുതണേ. ശരി, അപ്പൊ നമുക്ക് ഫോട്ടോഷൂട്ടിലേക്ക് എടുക്കാം. ബിഹൈൻഡ് ദ സീൻസ്. ഒരു സൈഡിൽ ഫോട്ടോഷൂട്ട് നടക്കുമ്പോൾ മറ്റൊരു സൈഡിൽ തകർന്നിരിക്കുന്ന ഒരു അമ്മയെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ ഏകദേശം 12 മണിക്ക് തുടങ്ങിയതാണ്. അതിനിടയ്ക്ക് വാവ കരയും, വാവയ്ക്ക് പാല് കൊടുക്കണം, വാവയ്ക്ക് ഉറക്കം വരും, അപ്പോഴത്തേക്ക് അത് മാനേജ് ചെയ്യണം. ഇങ്ങനെ ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 5 മണിയായിട്ടുണ്ട്. ഈ കഴിഞ്ഞ 5 മണിക്കൂറിൽ ചിലപ്പോൾ ഭരിതയ്ക്ക് കിട്ടിയത് ചിലപ്പോൾ ഒരു 40 മിനിറ്റ് ആയിരിക്കും പരമാവധി ഫോട്ടോ എടുക്കാൻ കിട്ടിയേക്കുന്നത്.
ഇപ്പൊ വീണ്ടും കുഞ്ഞിനൊരു ബ്രേക്ക് കൊടുക്കണം, ഉറങ്ങണം എന്ന് കൊച്ച് പലതരത്തിൽ ആംഗ്യം കാണിച്ചതുകൊണ്ട് നമ്മളൊരു സൈഡിൽ കിടത്തി ഉറക്കാൻ ശ്രമിക്കുന്നുണ്ട്. മറ്റൊരു സൈഡിൽ പുതിയൊരു തീമിന് വേണ്ടിയിട്ട് അവരിരുന്ന് പണിയെടുക്കുന്നുണ്ട്. ഞാൻ ഏകദേശം കിളി പറന്ന അവസ്ഥയിൽ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ടേ പണിയൊന്നും എടുക്കാറില്ലല്ലോ. വെറുതെ കുട്ടിയെ നോക്കുക, ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക, ഇത്രയൊക്കെ നമ്മൾ ചെയ്യാറുള്ളൂ. അപ്പൊ ചെറിയ രീതിയിൽ പണിയെടുത്തപ്പോ തന്നെ ഞാൻ ഏകദേശം ഒരുമാതിരി കിളി പറന്ന അവസ്ഥയിലൂടെ ഇരിക്കുകയാണ്. അപ്പൊ 2 കോസ്റ്റ്യൂം തീർന്നു. ഞാനും ജീവനും കൂടെയുള്ള അഭിനയം ഒക്കെ കഴിഞ്ഞു. കൊച്ചിന്റെ തന്നെയുള്ള ഫസ്റ്റ് കോസ്റ്റ്യൂമിന്റെ അഭിനയം കഴിഞ്ഞു. ഇനി ഒരു കോസ്റ്റ്യൂമും കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് തീർക്കണം. അതാണ് ഇനി നടക്കാൻ പോകുന്നത്. അതോടെ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് ഞാൻ പറയാം കേട്ടോ. കുഞ്ഞുവാവേ കുഞ്ഞുവാവേ, ഇല്ല ഇല്ല കുഞ്ഞുവാവേ. എനിക്കൊരു 10-12 വർഷമായിട്ട് അറിയുന്ന ആളാണ് ഭരിത. അപ്പൊ ആ കാലം തൊട്ടേ ഭരിതയുടെ ഫോട്ടോസ് കണ്ടിട്ടുണ്ട്. എന്റെ എൻഗേജ്മെന്റ് ഫോട്ടോസ് തൊട്ട് എടുത്തിട്ടുള്ള ആളുമാണ് ഇവിടെ. അപ്പൊ അതിനുശേഷം കുഞ്ഞുണ്ടാവുന്ന ആ നിമിഷങ്ങളും ക്യാപ്ചർ ചെയ്തത് ഈ ആള് തന്നെയാണ്. അതിനുശേഷം ആ സമയം തൊട്ടേ ഞങ്ങളിങ്ങനെ എന്ത് ടീമില് വാവേനെ ഒരുക്കും, അതായത് ഇപ്പത്തെ ഒരു ട്രെൻഡാണല്ലോ കുട്ടി ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും കുട്ടിയെ വെച്ച് പലതരത്തിലുള്ള ഫോട്ടോസ് എടുക്കുക. അപ്പൊ ഞങ്ങൾ പൊതുവെ കണ്ടിട്ടുള്ളത് മറ്റേ സൈഡിൽ ചെയ്ത് ഭയങ്കരമായിട്ട് ഇങ്ങനെ റാപ്പ് ചെയ്തിട്ടുള്ള ആ ഒരു മുട്ട പോലെ ഇരിക്കുന്ന കൊച്ചുങ്ങളില്ലേ, ആ രീതിയിലുള്ള ഫോട്ടോസാണ് പൊതുവെ കാണാറുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ അവളോട് ചോദിച്ചാൽ എന്തായാലും ആ സമയത്തേക്കൊന്നും എനിക്ക് ഫോട്ടോ എടുക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാവില്ല. അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും ഫോട്ടോ ഒക്കെ എടുക്കുക. പിന്നെ ആ ഒരു സാധനം ഞാൻ കണ്ടു മടുത്ത്. അപ്പൊ എനിക്ക് അത് വേണ്ട, വേറെ എന്താ എനിക്ക് ചെയ്തു തരാൻ പറ്റുക അന്ന് അങ്ങ് ലേക്ക് ഷോറിൽ കിടന്ന കാലത്തേ ഞങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു നമുക്കൊരു സ്പാ തീമിൽ എടുക്കാം, അതായത് ഇങ്ങനെ കുളിച്ച് മേക്കപ്പ് ഒക്കെ ഇടാൻ പോയി നിൽക്കുന്ന നമ്മുടെ കുഞ്ഞുവാവ എന്നുള്ള രീതിയിൽ എടുക്കാന്നൊക്കെ പറഞ്ഞ് എനിക്കൊരു റെഫറൻസ് ഇമേജ് ഒക്കെ കാണിച്ചു തന്നു. അപ്പൊ കാണുമ്പോൾ നല്ല രസമുണ്ട്. ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെ ആ സാധനമൊക്കെ തോർത്തൊക്കെ ഇങ്ങനെ കെട്ടി വെക്കും. ഭയങ്കര പണിയാണ്. ഈ കുഞ്ഞുവാവയുടെ അടുത്ത് ഇങ്ങനെയുള്ള ഒരു അഭ്യാസവും നടക്കില്ലായിരുന്നു. അപ്പൊ അന്ന് പക്ഷെ ഇതൊന്നും ചിന്തിക്കാനുള്ള ബുദ്ധിയോ അല്ലെങ്കിൽ ഇത് ഇത്രയ്ക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണെന്നൊന്നും അറിയില്ലായിരുന്നു. എഗെയിൻ എൻ്റെ അച്ഛനൊക്കെ ഈ ഫോട്ടോസ് ഒക്കെ കണ്ടപ്പോഴത്തേക്ക് ഇവളോട് ചോദിച്ചായിരുന്നു, നമ്മൾ എങ്ങനെയാണ് ഈ കുട്ടി ഇത്രയ്ക്ക് കാമായിട്ടൊക്കെ ഇരുന്നാലല്ലേ ഇതൊക്കെ നടപടിയാവുള്ളൂ. കുറച്ച് കാം കുട്ടികളാണെങ്കിൽ ഓക്കെയാണ്, പക്ഷെ കുറച്ച് ആക്റ്റീവ് അല്ലെങ്കിൽ ഹൈപ്പർ ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ എന്ത് ചെയ്യും എന്നൊക്കെ. ഇതൊക്കെ ഞാൻ ഇന്ന് കണ്ടു. എൻ്റെ കുട്ടി ഇടയ്ക്കിടയ്ക്ക് ഹൈപ്പർ ആവുന്നുണ്ടായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് അലറി വിളിച്ച് കരയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു, ഇടയ്ക്ക് ബോറടിച്ച് ഉറങ്ങുന്നുണ്ടായിരുന്നു, എഴുന്നേറ്റിരിക്കുന്നുണ്ടായിരുന്നു. എല്ലാ എക്സ്പ്രഷൻസിലും എന്താ പറയാ ഫോട്ടോസ് എല്ലാം പക്ഷെ ഭയങ്കര രസമായിട്ടുണ്ട്. അപ്പൊ ആ തീമുകളൊക്കെ എനിക്ക് എൻ്റെർലി ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇങ്ങനെയൊക്കെ നമുക്ക് വാവ സിനിമാ നടിയെ പോലെ ഇരിക്കുന്നതും അത് കഴിഞ്ഞിട്ട് വാവ അത് ഭയങ്കര ചില്ലിങ് ആയിട്ടുള്ള ഒരു സ്പാ തീമിലിരിക്കുന്നതും അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഉള്ള അഭിനയവും എല്ലാം ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു മദർഹുഡിന്റെ എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഏതായാലും കാര്യങ്ങളൊക്കെ വളരെ ഗംഭീരമായിട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ അതിനിടയ്ക്ക് നിങ്ങളോട് പറയേണ്ടതെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല. സോഫാർ എല്ലാം ഭയങ്കര രസമുള്ള കാര്യമാണ്, പക്ഷെ അത് എങ്ങനെയാണ് ഈ ഒരു ഫോട്ടോഷൂട്ട് നടക്കുന്നതെന്ന് ഒന്ന് കാണിച്ചു തരണം എന്നുള്ളതായിരുന്നു ആഗ്രഹം. അതിനാണ് ഞാൻ ഈ കുറേ ബിഹൈൻഡ് ദ സീൻസ് ഒക്കെ എടുത്തത്. പല സമയത്തും പക്ഷെ നമ്മൾ മറന്നു പോകും ബിഹൈൻഡ് ദ സീൻസ് എടുക്കാൻ. കാരണം ഇതിന്റെ ഒരു എക്സൈറ്റ്മെന്റിൽ നമ്മൾ ഈ വീഡിയോ കൊച്ചു എന്താ ഇത് ചെയ്യുന്നതെന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് പലതും എടുക്കാൻ മറന്നു പോയിട്ടുണ്ട്. എന്നാലും സോഫാർ കാര്യങ്ങളൊക്കെ കുറേയൊക്കെ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പൊതുവെ വാവയെ വളരെ ഇങ്ങനെ ഭയങ്കര ഗോഡി ആയിട്ടുള്ള സാധനങ്ങളൊന്നും ഇടിക്കാറില്ല. കുഞ്ഞു വാവയല്ലേ, അപ്പൊ കുറച്ച് കോട്ടൺ തുണികളും അല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റുന്ന ഡ്രസ്സുകളും ഒക്കെ ഇട്ട് അല്ലെങ്കിൽ മോസ്റ്റ്ലി ഒരു വൈറ്റിഷ് തീമിൽ നിൽക്കുന്ന ഒരാളായിരുന്നു. അപ്പൊ ഇന്നാണ് ഇത്രയും കളർഫുൾ ആയിട്ട് കൊച്ചിനെ കാണുന്നത്. നല്ല പിങ്ക് കളറ്, പിങ്ക് ജാക്കറ്റിലൊക്കെ ഭയങ്കര സുഖമായിട്ടിരിക്കുന്ന വാവേനൊക്കെ ഞാൻ ഇന്നാണ് ആദ്യം കാണുന്നത്. അപ്പൊ ഇത്രയും എനിക്ക് അവളുടെ ഒരു കോസ്റ്റ്യൂം സെൻസിനെ കുറിച്ചും പറയണം തോന്നി. കാരണം എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ധാരണയോടുകൂടി എന്ത് പുതിയത് ചെയ്യാൻ പറ്റും എന്നാലോചിച്ച് വെറുതെ കൊണ്ടുവന്ന ഫോട്ടോ ആ ഒരു ഐഡിയാസ് ഒക്കെ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ. അങ്ങനെ തകർന്ന് തളർന്ന് തെരിപ്പണമായിരിക്കുന്ന എന്നെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സമയം 7 മണി. എല്ലാ പരിപാടികളും നമ്മൾ തീർത്തു. അതിനുശേഷം അവനെ ഉറക്കി. അതും കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വൈൻഡപ്പ് എടുക്കുന്നത്. ഈ വൈൻഡപ്പ് നിങ്ങൾ ഉടൻ തന്നെ സ്കിപ്പ് ചെയ്യരുത്, കാരണം ഇതിന് ശേഷം ഞാൻ എല്ലാ ഫോട്ടോസും കാണിച്ചു തരാം.
ഇതിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ്, അത് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് തോന്നിയത് ഏതാണ്, പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ അഭിനയം എത്രമാത്രം പരിതാപകരമായിരുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് എഴുതണം കേട്ടോ. എന്തൊക്കെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് ഇമ്പ്രൂവൈസ് ചെയ്യാൻ പറ്റും. ഇനിയാണെങ്കിലും ഇവിടെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടൊന്നുമില്ല, ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫോട്ടോസ് എടുത്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഇനിയാണെങ്കിലും അത്തരം കാര്യങ്ങളിൽ മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്താമല്ലോ എന്ന് ഓർത്തിട്ടാണ്. അപ്പൊ ഏതായാലും പക്ഷെ വെരി ഓണസ്റ്റ്ലി എനിക്ക് വളരെ ഇഷ്ടമായ ഫോട്ടോസ് ഒക്കെ. അപ്പൊ നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ കമന്റുകളൊക്കെ താഴെ എഴുതണം. അപ്പൊ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.